ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മസാല കിച്ചടി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആണ്, നിങ്ങൾ വെയിറ്റ് ലോസ് ഡയറ്റ് നോക്കുവാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി. ഞാൻ പേഴ്സണലി ഈ കിച്ചടിയുടെ ഒന്നും വലിയ ഫാനല്ല കേട്ടോ. പക്ഷേ ഈ ഒരു കിച്ചടി കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തോണം തോന്നി. നമുക്കങ്ങനെ അത്ര ബോറാവത്തില്ല. ഇച്ചിരി നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നതോട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ 3 സെർവിങ്ങിനുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു സെർവിങ്ങിന് ഏകദേശം 420 കാലറീസാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 3 സെർവിങ്ങിന് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് 30 ഗ്രാം ഓയിൽ ചേർത്തിട്ട്, ഓയിലല്ല കേട്ടോ, നെയ്യാണ് ചേർത്തിരിക്കുന്നത്. 30 ഗ്രാം എന്ന് പറയുമ്പോൾ നല്ല അളവ് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി വരുമ്പോൾ ആ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഏലക്കായ, 3 ഗ്രാമ്പു, പിന്നെ ഒരു കറുവാപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു ബേ ലീഫ്. അതെല്ലാം കൂടെ ചേർത്ത് അതിലൊന്ന് ഒരു 30 സെക്കൻഡ്സ് ടു 40 സെക്കൻഡ്സ് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. കറക്റ്റ് വെജിറ്റബിൾസിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെർവിങ്ങിന് ഒരു 50 ഗ്രാം, അങ്ങനെ. അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ 3 സെർവിങ്ങിന് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഏകദേശം ഒരു 150 ഗ്രാം അല്ലെങ്കിൽ ഒരു 200 ഗ്രാമോളം വെജിറ്റബിൾസ് ഉണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര സവോള, ഒരു തക്കാളി, ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇത്രയാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും. ഇതിൽ ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, എൻ്റെ മോൾക്കും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ആ വെജിറ്റബിൾസ് ആ പൊടികളിലൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം പൊടികളുടെ ആ പച്ചമണം പോയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മില്ലറ്റും ചെറുപയർ പരിപ്പുമാണ്. അപ്പോൾ ഒരു സെർവിങ്ങിന് 40 ഗ്രാം മില്ലറ്റ് വെച്ച്, അപ്പോൾ 3 സെർവിങ്ങിനാകുമ്പോൾ 120 ഗ്രാം മില്ലറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും 120 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടേക്കുന്നതാണ് കേട്ടോ. ഇനി ആ മില്ലറ്റും ഈ ചെറുപയർ പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തു. അതിനുശേഷം ഞാൻ ഈ മില്ലറ്റും ചെറുപയർ പരിപ്പും കൂടെ വെള്ളത്തിലിട്ട് ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ ഒരു 2.5 ഇരട്ടി വെള്ളം എടുത്ത് അതും കൂടെ ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ഗരം മസാല, വളരെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം മതിയാവും കേട്ടോ. ഞാൻ വിസിലൊന്നും കേൾപ്പിക്കാതെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കായിരുന്നു. അത് ക്ലീനിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിതൊരു 2 വിസിലോ അല്ലെങ്കിൽ അങ്ങനെ കേൾപ്പിച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നേക്കുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു കഞ്ഞി പരുവാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ നെക്സ്റ്റ് സെർവിങ് എടുക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഇത് ഇരുന്ന് കട്ട പിടിക്കും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണം, നിങ്ങൾക്ക് ഏത് മോഡലിലാണോ ഇഷ്ടം, കഞ്ഞിപ്പരുവത്തിലാണോ അതോ തിക്കായിട്ടാണോ വേണ്ടത്, അതിനനുസരിച്ച് റെഡിയാക്കാം കേട്ടോ. ഇതിപ്പോൾ കഞ്ഞിപ്പരുവാണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് സെർവിങ്ങിന് ഇച്ചിരി കൂടെ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക വെള്ളത്തിൻ്റെ അളവ്. പിന്നെ നേരത്തെ പറയണം, ഇത് 3 സെർവിങ്ങിനാണ്. ഇതൊരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്, പക്ഷേ ഇതിൻ്റെ 3/4 ഭാഗം തന്നെയുണ്ട്. അപ്പോൾ ഇത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ചിലർക്ക് അത് ഭയങ്കര കൂടുതലായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുറയ്ക്കാം. പക്ഷേ ഇത് നല്ല ഫില്ലിംഗ് ആണ്. ഞാൻ നേരത്തെ പറയണം, ഈ ഡയറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇതൊരു സെർവിങ്ങിന് 420 കാലറീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.